നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ടി ശിവദാസനാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഈ പരിപാടി പ്രകാരം നിയോജക മണ്ഡലം MLA നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീമതി KK ശൈലജ ടീച്ചറാണ്. വളരെ ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ MLA മുൻ മന്ത്രിയുമായ ശ്രീമതി KK ശൈലജ ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനങ്ങളുടെ ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം ബന്ധപ്പെട്ടിരുന്നത് നമ്മുടെ നഗരസഭാ ചെയർമാൻ, ഇവിടുത്തെ നഗരസഭാ ചെയർമാൻ ശ്രീ N ഷാജിദ് മാസ്റ്ററായിരുന്നു. ഒരു വാക്ക് ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ഇല്ലേ, തീർച്ചയായും ഞാൻ ഏറ്റു എന്നാണ് പറഞ്ഞിരുന്നത്. അത് നമുക്കൊരു വലിയ ആവേശമായിരുന്നു. ആരംഭം മുതൽ ഇതുവരെ ഈ നിമിഷം വരെ നമ്മുടെ കൂടെ ഇപ്പോഴും ഇവിടെയുണ്ട്. എല്ലാ പ്രവൃത്തികളിലും നമ്മളോട് സഹകരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന് സഹായിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ശ്രീ N ഷാജിദ് മാസ്റ്ററെ ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വളരെയേറെ പ്രയാസപ്പെടുത്തിയ ഒന്നാണ് NPS എന്ന പേര് വിളിക്കുന്ന പുതിയ പെൻഷൻ പദ്ധതി. 2004 മുതൽ സർവീസിൽ കയറിയ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അതേ തുടർന്ന് ഇതേ പരിഷ്കാരം നടപ്പാക്കിയ വിവിധ സംസ്ഥാനങ്ങളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 2013 മുതൽ സർവീസ് പ്രവേശിച്ച നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാർക്കും അധ്യാപകർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ ആ പെൻഷന്റെ ഫലമായി പെൻഷനായി വരുന്നവർക്ക് ലഭിക്കുന്ന തുക വളരെ തുച്ഛമായ ഒരു ക്ഷേമ പെൻഷന് ലഭിക്കുന്ന തുകയോളം വരാത്ത കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. വളരെ തുച്ഛമായ തുക. അത് ജീവിതകാലത്ത് ഒരിക്കലും അതിന് പരിഷ്കരണം ഉണ്ടാവില്ല, ക്ഷേമാശ്വാസം ഉണ്ടാവില്ല. ഈ നില മാറ്റിയെടുക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കണമെന്നും നാം വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നതാണ്. വേദിയിലെ ബഹുമാന്യരെ, സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ഈ മഹാസമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും സജീവമായ സംഘടന പെൻഷനേഴ്സ് യൂണിയനാണ് എന്നാണ്. ഒരുപക്ഷെ യുവാക്കളുടെ സംഘടനയേക്കാൾ കുറേയും കൂടി സജീവമായി പെൻഷനേഴ്സ് വളരെ സംഘടിതരായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ സമൂഹത്തെ സമാധാനപൂർണമായി അല്ലലില്ലാത്ത ഒന്നായി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഓരോ പൗരന്മാർക്കുമുള്ളത്. സമൂഹത്തിലെ എല്ലാ ചീത്ത കാര്യങ്ങളും ഇല്ലാതാക്കുകയും നല്ലതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമികമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. സഹായിക്കേണ്ടത് നമ്മുടെ തലമുറയാണ്. കേരള പെൻഷനേഴ്സ് യൂണിയൻ ആ പ്രവർത്തനത്തിനും സഹായകമായി നമ്മുടെ കുടുംബങ്ങളെ സുസ്ഥിരമാക്കാനുള്ള നടപടി വേണം. പ്രായം ചെല്ലുമ്പോൾ ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ധാരാളം അത്തരം പൊതു ഇടങ്ങൾ ഉണ്ടാകണം. എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും ഉള്ളൂ, മക്കളെല്ലാം ജോലിയും തേടി വിവാഹിതരായി വേറിട്ട് പോയിരിക്കുകയാണ്. ആ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം. അതിനൊക്കെ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അധ്യക്ഷൻ പ്രിയപ്പെട്ട ശിവദാസൻ മാഷ്, സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, ഈ സമ്മേളനത്തിൽ പ്രസിഡന്റിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, എന്നെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗവർണർ ഉൾപ്പെടെയുള്ള ഈ സംഘടനയുടെ കരുത്തും ആവേശവുമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ ഏറ്റവും കെട്ടുറപ്പുള്ളതും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതുമായിട്ടുള്ള തികച്ചും വ്യത്യസ്തമായ സംഘടനയാണ് KSSB. അവരുടെ സമ്മേളനത്തെക്കുറിച്ച് ഒരു ആശങ്കയും മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ടതില്ല. സമ്മേളനം എങ്ങനെ നടത്തണം, അതിനുള്ള വിഭവങ്ങൾ എങ്ങനെ ശേഖരിക്കണം എന്നതൊക്കെ സംഘടന കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
അത്തരമൊരു സംഘടനയുടെ സമ്മേളനം മട്ടന്നൂരിൽ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നമ്മുടെ ഈഗോ വർക്കൗട്ട് ആകേണ്ടതാണ്. എന്നാൽ ഒരു ഈഗോയും ഇല്ലാതെ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടു, മട്ടന്നൂർ നഗരത്തിൽ പതാക കെട്ടാൻ അവർ സർവീസിലിരിക്കുമ്പോൾ ഏത് തസ്തികയിലാണെന്നല്ല അവർ ചിന്തിച്ചത്, ഞാൻ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണെന്നുള്ള നിലയിൽ അവർ ചിന്തിച്ചതുകൊണ്ടാണ് ഒരു പഴമയെക്കുറിച്ചോ ഉയർച്ചയെക്കുറിച്ചോ ചിന്തിക്കാതെ സംഘടനയാണ് വലുതെന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ടുള്ളത്. അതാണ് ഈ സംഘടനയുടെ പ്രത്യേകത. ആശയപരമായി വ്യത്യസ്ത മേഖലകളിൽ മനസ്സ് വ്യാപരിക്കുന്നവരിവിടെയുണ്ട്. പക്ഷെ അതിനപ്പുറത്തൊരൊരുമ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കേരളം ആഗ്രഹിക്കുന്നതും അതാണ്. എന്തിനും നമ്മൾ കാണുന്ന വ്യത്യസ്തതകൾക്ക് പകരം വ്യത്യസ്തതകളിലെ നന്മകളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു സംഘടനയായി KSSB മാറിയിട്ടുണ്ട്. വളരെ ചിട്ടയായി, വളരെ മനോഹരമായി ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ മുൻപിലിരിക്കുന്ന ഗുരുജനങ്ങളെയും ശ്രേഷ്ഠ സഹോദരങ്ങളെയും ഞാൻ ആദ്യമായി നിങ്ങളെ അഭിവാദ്യം ചെയ്യുക. ഇവിടെ ഒരു പുതിയ ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ ഘോരഘോരം ഞങ്ങളെപ്പോലുള്ള സംഘടനാ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കാറുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്നതും പടർന്നതും പന്തലിച്ചതുമൊക്കെ വാതോരാതെ പ്രസംഗിക്കുമ്പോൾ നാം വിസ്മരിക്കുന്ന ഒരു മഹാസത്യമാണ് എൻ്റെ ഈ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ജീവിതം മുഴുവൻ ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള പെൻഷനായ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നമുക്ക് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയാൽ നമുക്കറിയാം, ഇവിടെ പെൻഷൻ 55ഉം 60ഉം ഒക്കെ സാഹചര്യത്തിനനുസരിച്ച്, സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുറെ വർഷങ്ങൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 60 വയസ്സ് കഴിയുന്ന ഒരാളെ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക. ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള, ഇത്രമാത്രം അറിവുള്ള ആളുകളെ ഓരോ കമ്പനികളിലേക്കും ഓരോ സ്ഥാപനങ്ങളിലേക്കും അവർ ജോലിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെക്കുന്ന സംവിധാനമുണ്ട്. അവർക്ക് അവിടെ ആർക്കും ഒരു പെൻഷനെ കുറിച്ചുള്ള യാതൊരു ഉത്കണ്ഠയുമില്ല. വളരെയേറെ സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിനകത്ത് ആ നിലയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. വളരെയേറെ സന്തോഷമുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകളിൽ പെൻഷൻകാരുടെ സംഘടന എന്നുള്ള നിലയിൽ പ്രബലമായ ഒരു സംഘടന ഈ കാലയളവിൽ ഒട്ടേറെ ഐതിഹാസികമായ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലയിലാണ് KSSPU പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഈ സംഘടനയെപ്പറ്റി പറയാൻ എനിക്ക് സാധിക്കുന്നതല്ല, ഞാൻ ആ നിലയിൽ മനസ്സിലാക്കിയിട്ടില്ല. പുറത്തു നിന്ന് കണ്ടിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളിപ്പോൾ പൊതുവായിട്ടുള്ള ഒരു നിലപാട് സംഘടിക്കുക, പോരാടുക, ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ക്ഷാമാശ്വാസത്തിന്റെ അരിയർ ഉൾപ്പെടെ ഉത്തരവാക്കിയിട്ട് ആണ് ഈ ഗവൺമെന്റ് അധികാരം വിട്ട് തൽക്കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായിട്ട് ചെറിയ സർവീസ് കാലമുള്ള ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എത്ര പെൻഷൻ. ഈ സമ്മേളനത്തിന്റെ സ്വാഗതം ആശംസിച്ച നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മാസ്റ്റർ, അതുപോലെ ഇതിൽ അധ്യക്ഷം വഹിച്ച ശ്രീ നമ്മുടെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ശ്രീ T. ശിവദാസൻ മാസ്റ്റർ, ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച INTUC ജില്ലാ പ്രസിഡന്റ് ജോസ് പ്ലാന്തോട്ടം,
CITUവിൻ്റെ പ്രതിനിധി ശ്രീ ടി കൃഷ്ണൻ, ഫെസ്റ്റോവിൻ്റെ പ്രതിനിധി ശ്രീ പി സന്തോഷ് കുമാർ എന്നിവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഉജ്ജ്വല സ്വാഗതഗാനം നാം കേട്ടുകഴിഞ്ഞു. അതിൻ്റെ രചന നിർവഹിച്ചത് ശ്രീ വിജയകുമാർ എന്ന വിജയകുമാർ പരിയാരമാണ്. എൻ്റെ പണ്ടുള്ള സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ വിജയകുമാറിനും ഈ സ്വാഗത സംഘഗാനത്തിൽ ആലപിച്ച എല്ലാ വ്യക്തികൾക്കും എന്ന് പ്രകാശിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട കൗൺസിലർമാർക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. KSSP നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സമ്മേളന പ്രതിനിധികളെ, ഇവിടെ അടുത്തതായി നടക്കാൻ പോകുന്ന സാംസ്കാരിക സമ്മേളനമാണ്. നമ്മുടെ സംഘടനയുടെ സമ്മേളനങ്ങളെല്ലാം തന്നെ സാംസ്കാരിക സമ്മേളനം എന്ന അജണ്ട എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഇനി ഈ ജില്ലാ സമ്മേളനത്തിലും സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സമ്മേളനം നമുക്കറിയാം, നമ്മുടെ സാംസ്കാരികമായി ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം നടത്തുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നലെ വരെ അനുവർത്തിച്ച് വന്നിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. നമ്മുടെ സാംസ്കാരിക മേഖലയിലേക്ക് തന്നെ വിവിധ വർഗീയ മതജാതി സംഘടനകൾ കടന്നു കയറി മലീമസമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ VK സുരേഷ് ബാബു അവർകളാണ്. സാഹിത്യ മത്സര വിജയി സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ കഥ, ചെറുകഥ, ലേഖനം തുടങ്ങിയ സാഹിത്യ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെ സമ്മാനാർഹർക്ക് സമ്മാനം വിതരണം ചെയ്യുന്നത് നമ്മുടെ KSSP കണ്ണൂർ ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ PV പത്മനാഭൻ മാസ്റ്റർ അവർകളാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ VK സുരേഷ് ബാബു അവർകളാണ്. അദ്ദേഹത്തിന് കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ഗുരുതുല്യനായ പ്രൊഫസർ V രവീന്ദ്രൻ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന പ്രശസ്തനായ സാംസ്കാരിക രംഗത്തെ ഇടപെടുന്ന ശ്രീ നാരായണൻ കാവുമ്പായി, ശ്രീ CK രാഘവ നമ്പ്യാർ, സ്വാഗതം പറഞ്ഞ ശ്രീ KM ബാലചന്ദ്രൻ. എന്തായാലും ഈ സംഘടന, എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നത്, ഇപ്പം അടുത്ത കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതൃത്വത്തിൽ പെൻഷനേഴ്സിന്റെ സംഘടനകൾ വിവിധങ്ങളായി രൂപീകരിക്കുകയും അത് ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും അതിൻ്റെ മാതൃസംഘടനയായ KSSPU ഒട്ടും ശക്തി ക്ഷയിക്കാതെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ എനിക്ക് 1:15 ട്രെയിന് തലശ്ശേരിയിൽ നിന്ന് പോകേണ്ടതാണ്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം നടത്താൻ നിവൃത്തിയില്ല. ആദ്യം തന്നെ എന്നെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് 1:15 ട്രെയിന് ഈ കേബിൾ TV അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അതിന് 4 മണി മുതൽ 5 മണി വരെ എൻ്റെ ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് പോകാതെ നിവൃത്തിയില്ല. കേരളത്തെ പറ്റി പറയുമ്പോൾ മഹാകവി കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ പറയുകയുണ്ടായി, ശാശ്വത ആദർശങ്ങളും കലയും സംസ്കാരവും ആശുപത്രിയിലേക്ക് ഗമിക്കും സംസ്ഥാനത്തിൽ നിന്ന്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും സാംസ്കാരികമായിട്ടുള്ള ജീർണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യാവസായികമായിട്ടുള്ള ഉത്പന്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നാം കാണുന്നു. കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ളൊരാശയം ഏതാണ്ട് 19 കൊല്ലം മുമ്പേ വന്നിട്ടുള്ളതാണെങ്കിലും വളരെ ശക്തമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. വേട്ടക്കാരനാര്, ഇര ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ്. നമ്മുടെ മനസ്സിനെ കോളനീകരിക്കുക, ആശയങ്ങളോടുള്ള
ഒരു വിധേയത്വം സൃഷ്ടിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് മുതലാളിത്തം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സാംസ്കാരികമായിട്ട് അടിമകളാക്കുക, ഇരുട്ടിൻ്റെ അടിമകളാക്കുക. വേദിയിലുള്ള ആദരണീയരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ഈ സമ്മേളനം ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ എന്നെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എനിക്കറിയാം, സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ചില യോഗങ്ങളിൽ സംബന്ധിക്കാനും സംസാരിക്കാനും അവസരം കിട്ടിയ ഒരാൾ എന്ന നിലയ്ക്ക് KSSPU ഉണ്ടാക്കിയെടുത്ത കർമാവേശത്തിൻ്റെ വലിയൊരു അനുഭവം തീർച്ചയായും കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ അംഗസംഖ്യ, ഒരുപക്ഷെ 3.25 ലക്ഷത്തോളം വരുന്ന KSSPUവിൻ്റെ അംഗസംഖ്യയേക്കാൾ വലിയ അംഗസംഖ്യയുള്ള സംഘടനകൾ മലയാളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷെ എല്ലാ മനുഷ്യരും സ്വയം പ്രവർത്തകരായി തീർന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് കേംബ്രിഡ്ജ് സർവകലാശാലയൊക്കെ അടുത്ത കാലത്ത് പറയുന്നത് 35 മുതൽ 66 വരേക്കുമാണ് യൗവനം നിൽക്കുക എന്നതാണ്. നമ്മൾ കണക്കാക്കുന്നത് 60 എന്നാണ്. 60-നപ്പുറം വയസ്സിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വയോധികർ എന്ന് നാം അഭിസംബോധന ചെയ്യുന്നത്. അതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അങ്ങനെയല്ല എന്ന് ജീവിതം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സമൂഹത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പക ഇന്നും ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. ആ പകയാണ് നമ്മൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കാണുന്നത്. ഇന്നും തുടരുന്നു. എത്ര നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ പകക്ക് ഈ ഭൂമിയിൽ നിന്ന് യാതൊരു മാറ്റവുമില്ലാതെ അശ്വത്ഥാമാവിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത്. അശ്വത്ഥാമാവിൻ്റെ കഥ, ഈ പകയുടെ കഥ, ദുര്യോധനൻ ഭീമന്റെ ഗദാഹതിയേറ്റ് കുടയല് പൊട്ടി അവശനായി ഏകനായി അതിദയനീയമായ രീതിയിൽ കിടക്കുമ്പോൾ അന്ന് യുദ്ധത്തിൽ ശേഷിച്ച ഈ 3 പേർ, അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും, ദുര്യോധനനെ പോയി കാണുന്നുണ്ട്. സാംസ്കാരിക സമിതിയുടെ മുഴുവനും ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിൽ, സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ CK രാഘവമാഷാണ്. രാഘവമാഷ് നമ്മളെ ഈ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. രാഘവമാഷക്കും ഈ സമ്മേളനത്തിൻ്റെ പേരിൽ, ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. KSSPUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ പത്മനാഭമാഷക്കും ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ KSSPU അംഗങ്ങൾക്കും കൗൺസിലർമാർക്കും മറ്റ് നേതാക്കന്മാർക്കും ഒക്കെ തന്നെ ഒരിക്കലും കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ കൊടുക്കുക. അതുപോലെ പച്ചക്കറി, നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയ ഒരുപാട് മാർഗനിർദ്ദേശങ്ങളോടുകൂടിയാണ് നമ്മൾ വനിതാവേദി പ്രവർത്തിച്ചു വരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ വനിതാവേദി രൂപീകരിച്ചതിന് ശേഷം ഏത് പ്രവർത്തനത്തിലായാലും സംഘടന KSSPU എന്ന സംഘടന ഏൽപ്പിക്കുന്ന ഏത് പ്രവർത്തനത്തിലായാലും വനിതകളുടെ പ്രവർത്തനത്തിലും നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം മുതൽ മെമ്പർഷിപ്പ് ആയാലും പ്രക്ഷോഭ പരിപാടികളായാലും മറ്റുള്ള പരിപാടികളിലായാലും വനിതകളുടെ നമ്മൾ കോട്ടക്കനുസരിച്ച് തന്നെ വനിതകൾ പങ്കെടുത്ത് ആ പരിപാടി വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത്രയും പോരാ, ഇനിയും കൂടുതൽ നമുക്ക് സജീവമാകേണ്ടതുണ്ട്, സജീവമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ജില്ലാ തലത്തിൽ നമ്മൾ വനിതകൾക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത്
നമ്മുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി പി ജാനകി ടീച്ചർ അവരാണ് ജാനകി ടീച്ചറെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം കത്രിക്കൂട്ടി ടീച്ചറാണ്. ടീച്ചറെയും സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാവരും വേദിയിലുണ്ട്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കരുണാകരൻ മാസ്റ്റർ അവരെ വളരെ സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടെയും നമ്മുടെ സമ്മേളനത്തിലേക്ക് സ്ത്രീ കഴിവുള്ളവളാണ് എങ്കിലും അവസരങ്ങൾ മിക്കവാറും നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ജില്ലാതലത്തിലുള്ള ഒരു നമ്മുടെ വനിതകളുടെ മാത്രമുള്ള ഒരു കൺവെൻഷൻ നടത്തിയത്. ഇന്നും മുദ്രാവാക്യം വനിത, സമത്വം, തുല്യത എന്നൊക്കെയാണ്. നമുക്കറിയാം, സർവീസിലുള്ളപ്പോഴേ മര്യാദക്ക് സ്വസ്ഥമായി കൊതിതീരെ ഉറങ്ങാൻ കഴിയാതിരുന്ന വനിതകളാണ് ഇവിടെ ഇരിക്കുന്ന 90% പേരും എന്നത് നമ്മളിലൂടെ കണ്ണോടിച്ചാൽ, നമ്മുടെ ചുറ്റുമെന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ട് പട്ടിണി കിടന്ന് ചാവാം. എങ്ങനെയുണ്ട്? ഏതായാലും നമ്മൾ പട്ടിണി കിടന്ന് ചാവണം, എന്നാൽ പ്രതികരിച്ചിട്ട് പട്ടിണി കിടന്ന് ചാവാം. അതാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ നമുക്കിപ്പോൾ പ്രതികരിക്കാനുള്ളത്. ലോകത്തിന്റെ മുന്നിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ONVയുടെ ഒരു കവിതാ ശകലമാണ് ഓർമ്മയിൽ വരുന്നത്. എന്താണെന്നറിയോ? വേണം എനിക്കൊരു കറുത്ത താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാൻ. വേണം എനിക്കൊരു കറുത്ത താജ്മഹൽ, വേദനകൾ കസ്തിമാടമാകാൻ. വെൺകുറ്റ കൊട ചൂടിയ സ്മാരകത്തിൽ എൻ്റെ ആത്മാവ് കുടിയിരിക്കുകയില്ല. അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ വലിയ സുഖ സൗകര്യങ്ങൾ ഉള്ളതാണെന്നാണ് കണക്കൂട്ടുന്നതെങ്കിൽ തെറ്റി. തെരുവിൽ കിടക്കുന്നവരും പട്ടിണി കിടക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും ഒരുപാട് പേരാണ്. എപ്പോൾ തുടങ്ങിയാണ് സ്ത്രീയെ വിവേചനത്തോടെ കണ്ടതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ മക്കൾ ഉയർന്ന സ്ഥാനത്തെത്തണം, അവർക്ക് രാജ്യം വേണം, അവരെ എല്ലാവരും വാഴ്ത്തണം. ഗാന്ധാരി പക്ഷേ പ്രതികാരത്തിൻ്റെ വഴിയിലേക്കൂടിയാണ് പോയത്. കാരണം കണ്ണ് കാണാത്ത ഒരു ഭർത്താവിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് തന്നെ അതിന് മഹാവ്യാഖ്യാനങ്ങൾ കൊടുക്കും. പിന്നെ എന്താ പറയുക, ഭർത്താവിന് കണ്ണ് കാണാത്തത് കൊണ്ട് എനക്കും കാണണ്ട, അതല്ല. ശരിക്കു പറഞ്ഞാൽ എന്നെ ചതിച്ച് ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഈ കുലത്തെ ഇല്ലാതെയാക്കണം എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് നല്ല കാര്യം ചെയ്യാൻ കഴിയും, മോശമായിട്ടും ചെയ്യാൻ കഴിയും. സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ, നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇതെല്ലാം സ്ത്രീ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇപ്പം നേരത്തെ ജാനകി ടീച്ചർക്ക് 4 വരി പദ്യം ചൊല്ലി. ഷഡ്കർമ്മനാരി കുലധർമ്മപത്നി. ഈ 6 കാര്യങ്ങൾ ചെയ്യുന്നത് ധർമ്മപത്നിയാന്നാണ് പറഞ്ഞത്, കുലസ്ത്രീയാന്ന് പറഞ്ഞിട്ടില്ല. അതൊരു വിവേചനാണ്. ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ പത്നിമാർ സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ, ഉണ്ടാകുമ്പോൾ നമ്മൾ പല സംഘടനകളിലും ഉണ്ടായവരാണ്, പല രീതിയിലും പ്രവർത്തിച്ചവരാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിൽ പോയിട്ട് പഠിപ്പിച്ചിട്ട് വന്നയാളാണ്. ബസ് വളരെ കുറവ്. രാവിലെ 7:20 പോയാൽ വൈകുന്നേരം ഒരു 7 മണിക്കാണ് തിരിച്ചെത്തുക. ഞാൻ പറയാം, നമുക്ക് 12 മണിക്കൂറാണ് സ്കൂള്. അതിനിടയ്ക്ക് സ്കൂളിൽ വേണ്ട എല്ലാ ചണ്ടപ്പുറത്ത് പോലും ഒന്നിടത്തിൽ എത്തുകയും വേണം. കാരണം ഒരു UP സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒന്നിനും സ്പെഷ്യൽ ടീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ കൊട്ടുക, പാടുക, കളിക്കുക. ഇവിടെയുള്ളവർക്ക് അത് അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മൾ പറയും നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, കൂടുതൽ അവകാശം വേണം, കൂടുതൽ അംഗീകാരം വേണം. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അന്നേരം പറയും അത് 99% ആൾക്കാർക്കും കിട്ടുന്നില്ല. ഇതിലും ഒരു വാസ്തവമുണ്ട്. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഇന്ന് കാണുന്ന യാതൊരു സാങ്കേതിക സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ വളരെ വിഷമിച്ച് എന്നിട്ടും നമ്മൾ ഇന്നത്തേനേക്കാളും കൃത്യമായി ജോലി ചെയ്യുകയും കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ആത്മപരിശോധന നടത്തി നോക്കണം. ഇവിടെ ത്യാഗങ്ങളെക്കുറിച്ചും കോടതി വിധി, ആശ്വാസകരമാകുന്ന കോടതി വിധികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പാസ്റ്റ് ഈസ് ഓൾറെഡി എ പാസ്റ്റ് എന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ ഈ അടുത്തിടെ
സംവാദം നടത്തിയ ഒരു കവിതയുണ്ടായിരുന്നു. ആ കവിത പപ്പൻ മെമ്മോറിയൽ ഫുട്ബോൾ ട്രോഫി എന്നാണ് കവിതയുടെ പേര്. ഗദ്യ കവിതയാണ്. അതിലെ താരം ചിന്നമ്മ എന്ന് പറയുന്ന ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. ചിന്നമ്മയുടെ ജീവിതം ചിന്ന ഭിന്നമായത് തന്നെയാണ്. കാരണം വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി, ഭർത്താവ് ഇവരെ ഡിവോഴ്സ് ചെയ്യുകയാണ്. അതിനുശേഷം അച്ഛൻ്റെ തന്നെ സ്വഭാവം ഉൾക്കൊണ്ട മക്കൾ അമ്മയെ തള്ളിപ്പറയുകയാണ്. ഭർത്താവിനാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട ചിന്നമ്മ നാട്ടുകാരെങ്കിലും തൻ്റെ ഭാഗത്ത് നിൽക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി. ചിന്നമ്മയെയും നാട്ടുകാർ വെറുതെ വിട്ടില്ല. ചിന്നമ്മയുടെ ദുർനടപ്പാണ് അവളെ ഇത്തരമൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്ന് നാട്ടുകാർ പഴി പറഞ്ഞു. പക്ഷേ ജീവിതത്തിൻ്റെ ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ കരുത്താക്കി മാറ്റി ചിന്നമ്മ. പെണ്ണുങ്ങൾ മാത്രം കളിക്കുന്ന ഫുട്ബോൾ കളി ചിന്നമ്മയായിരുന്നു താരം. ഫുട്ബോളിൻ്റെ സമയം കഴിഞ്ഞുവെങ്കിലും ആരും ഗോളടിച്ചില്ല. ഏറ്റവും ഒടുവിലാണ് പെനാൽറ്റി ഗോൾ. അതിനുള്ള സമയമായി. പെനാൽറ്റി ഗോളിൽ ഗോളിയായി നിന്നത് ചിന്നമ്മയായി. തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദുരന്തങ്ങളെ, കഷ്ടപ്പാടുകളെ നെഞ്ചിലേറ്റി ആദ്യത്തെ ഗോളടിച്ചു. ആരുടെ പേരിൽ? തന്നെ ഡിവോഴ്സ് ചെയ്ത തൻ്റെ ഭർത്താവിൻ്റെ പേരിലായിരുന്നു ആ ഗോളടിച്ചത്. രണ്ടാമത്തെ പെനാൽറ്റി ഷൂട്ട് ചിന്നമ്മയുടെ മനസ്സിൽ തന്നെ തള്ളിപ്പറഞ്ഞ, താൻ പ്രസവിച്ച, തൻ്റെ രക്തത്തിൽ പിറന്ന മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ആ ചിന്തകൾ രണ്ടാമത്തെ പെനാൽറ്റി ഗോളിലും ഗോൾ നേടാൻ ചിന്നമ്മയെ പ്രാപ്തിയാക്കി. മൂന്നാമത്തെ ഗോൾ നാട്ടുകാർക്കുള്ളതായി. തന്നെ കഴിവേറ്റിയ, താൻ തെമ്മാടിയാണെന്ന് പറഞ്ഞ, താൻ തോന്നിയാണെന്ന് പറഞ്ഞ് തന്നെ മുഴുവൻ തെറി പറഞ്ഞു നടന്ന നാട്ടുകാരെ മനസ്സിലോർത്ത് അവസാനത്തെ പെനാൽറ്റി ഗോളിലും ഗോൾ നേടി ചിന്നമ്മ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ചിന്നമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാര്, ഗുരുജനങ്ങളെ, ഞാനിങ്ങനെ ആലോചിക്കുക നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന്. കാരണം ഞാനെന്ന് പറയുന്ന ആള് നിങ്ങളെപ്പോലെ ചരിത്രത്തിലെ ഏതെങ്കിലും ചരിത്രത്തില് പങ്കെടുത്തു എന്ന് പറയാൻ ഉള്ള തലമുറയിലുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങളടുത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും സ്ത്രീ സമത്വത്തെക്കുറിച്ചിട്ടൊക്കെ ഞാനെന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ ആകെ ആശങ്കയിൽ നിൽക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക.
വിലക്കയറ്റം തടയുക, വിലക്കയറ്റം തടയുക. പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്. ജാതി പറഞ്ഞു, മതം പറഞ്ഞു, കാറ്റഗറിക്കൽ പദവി പറഞ്ഞു, ഉന്നിച്ചിട്ട് നോക്കേണ്ട KSSPU സിന്ദാബാദ്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്. സംരക്ഷിക്കാൻ നിലനിർത്താൻ പടയണി ചേരുക സോദരരെ, പടയണി ചേരുക സോദരരെ, പടയണി ചേരുക സോദരരെ. പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, KSSPU സിന്ദാബാദ്, KSSPU സിന്ദാബാദ്, സിന്ദാബാദ്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്. KSSPU സിന്ദാബാദ്. PFRDA നിയമം പിൻവലിക്കുക. അവഗണന അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, KSSPU സിന്ദാബാദ്, KSSPU സിന്ദാബാദ്. സർക്കാരുടെ അജയ്യമായ ഒരു പ്രസ്ഥാനം, അജയ്യമായ ഒരു പ്രസ്ഥാനം
നേടിയെടുത്തോരവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലനിർത്താൻ പെൻഷൻകാരുടെ പ്രസ്ഥാനം ജില്ലാ സമ്മേളനം സിന്ദാബാദ്. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക. കുറേ നടക്കാനുണ്ടായിരുന്നു അല്ലേ?
എടുത്ത് മാറ്റാം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതും പറ്റില്ല എന്നുള്ള നിലപാടായിരുന്നു നമ്മുടെ പ്രവർത്തകർ സ്വീകരിച്ചത്. അത് നമുക്ക് കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. അത്രമാത്രം ഇവിടുത്തെ പെൻഷൻകാരുടെ വീടുകളുമായും പെൻഷൻകാരുമായും ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി അവർ ഇഴുകിച്ചേർന്നിരുന്നു എന്നായിരുന്നു കാണാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഒരു സംഘത്തിനും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതകളുള്ള ഒരു സംഘടനയാണ് KSSPU. പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയിട്ടുള്ള ആണ്ടിറങ്ങിയിട്ടുള്ള ഒരു പരിശോധന ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ നടത്തും. ഏതൊക്കെ രീതിയിലുള്ള കോട്ടങ്ങൾ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളന പരിപാടി ആരംഭിക്കുന്നു. സ്വാഗതം ആശംസിക്കാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ K. കൃഷ്ണൻ മാസ്റ്റർ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ T. ശിവദാസൻ മാസ്റ്റർ അവരുടെ, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ K. സദാശിവൻ നായർ സാർ, ഇവിടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, KSSPയുടെ സജീവ പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംഘടനയുടെ ഒരു സുപ്രധാനമായ ഒരു സമ്മേളനമാണ് ഈ പ്രതിനിധി സമ്മേളനം. ഏതായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കാലത്ത് തന്നെ ഈ വേദിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ K. സദാശിവൻ നായർ അവരുടെ ഏറെ ആദരവോടെയും ബഹുമാനത്തോടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ C. ചന്ദ്രൻ മാസ്റ്റർ ക്ഷണിക്കും. മുൻ മുഖ്യമന്ത്രി CPIM നേതാവുമായ VS അച്യുതാനന്ദൻ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അജിത് പവാർ, മുൻ MLA മാരായ KK നാരായണൻ, PM മാത്യു, M. മുരളി, സാഹിത്യകാരനും MLA-യുമായിരുന്ന പ്രൊഫസർ MK സാനു, മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദേവി പത്മരാജ് കൊണ്ട് ചില സമ്മേളനങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടും വന്നു. നമ്മുടെ സംസ്ഥാന സമ്മേളനം മെയ് മാസം 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. ഈ സമ്മേളനങ്ങളിലാകെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചുമാണ്. അതിനാണ് ഇതിനേറെ ക്ഷാമബത്തൊരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത്, അതല്ലേ കേന്ദ്ര ക്ഷാമബത്താണല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത്, കേന്ദ്ര നിരക്ക്. ആ കേന്ദ്ര നിരക്ക് എന്ന് പറയുന്ന ക്ഷാമബത്ത അങ്ങനെ കേന്ദ്രത്തിൽ നമ്മുടെ രാജ്യത്ത് അല്ലേ ഭരണാധികാരികൾ സുമയതയാ അങ്ങ് തീരുമാനിച്ചു കൊടുത്തതാണ്. ലിവിങ് ഇൻഡെക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്ഷാമബത്ത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1960 കേന്ദ്ര ജീവനക്കാർ, അത് റെയിൽവേ ജീവനക്കാരടക്കമുള്ള ജീവനക്കാർ ഒരു പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. 5 ദിവസമേ ആ പണിമുടക്ക് നീണ്ടു നിന്നുള്ളൂ. 14 രക്തസാക്ഷികളുണ്ടായി. 9 പേരെ പോലീസ് ലാത്തി ചാർജ് ചെയ്തു. 5 പേരെ റെയിൽവേ ജീവനക്കാരെ വെടിവെച്ചു. ക്ഷാമബത്തയ്ക്ക് വേണ്ടിയിട്ടാണ്. ലിവിങ് ഇൻഡെക്സുമായി നമ്മൾ പറഞ്ഞില്ലേ കേന്ദ്ര നിരക്കിൽ ക്ഷാമബത്ത അല്ലേ ജീവനക്കാര. അതിനെ തുടർന്നാണ് കേന്ദ്രത്തിൽ ലിവിങ് ഇൻഡെക്സുമായി ബന്ധപ്പെടുത്തി ക്ഷാമബത്ത കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ, സൗജന്യമല്ല. നോക്കൂ, അങ്ങനെ 1960 നേടിയെടുത്ത
61 ഉത്തരവായി നേടിയെടുത്ത കേന്ദ്ര നിരക്കിൽ ക്ഷാമബത്ത സംസ്ഥാന ജീവനക്കാർക്ക് സ്വമേധയായും കിട്ടിയോ? നമ്മുടെ സംഘടനയുടെ മുഖപത്രമായ പെൻഷനർ മാസിക ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്തതിനുള്ള പ്രോത്സാഹന സമ്മാനം എന്ന നിലയിലാണ് ഇന്നിവിടെ നമ്മൾ ഈ അവാർഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ബ്ലോക്കാണ് 74.55%. മുനിസിപ്പൽ ബ്ലോക്ക് ജില്ലാ രക്ഷാധികാരി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ കെ കൃഷ്ണൻ അവരെ ക്ഷണിക്കും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ സംസ്ഥാന ട്രഷറർ ഈ കെ സദാശിവൻ നായർ. സമയം വളരെ വൈകി, ഇനിയൊരു പ്രസംഗതിയൊന്നുമില്ല. എനിക്ക് ഈ മാസിക അവാർഡ് ദാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിനാണ് എന്നെ വെച്ചത്. ഞാൻ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോഴും അവാർഡ് കൊടുത്തപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, 74% എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര കുറവാണ്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. അധ്യക്ഷ രീതിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട പെൻഷൻ സുഹൃത്തുക്കളെ, നമ്മുടെ കൗൺസിലർമാരെ, 10 ദിവസം മുമ്പേ നമ്മുടെ എല്ലാ ബ്ലോക്ക് ഘടകങ്ങൾക്കും വിതരണം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ തീരുമാനമെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ കൗൺസിൽ യോഗം ഇന്നിവിടെ ചേരുന്നത്. ഔപചാരികമായി ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ള കടമ നിർവഹിക്കുമ്പോൾ അത് പൂർണ്ണമായും വായിച്ച് അവതരിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് കടന്നു വന്നിട്ടുള്ള ചില പിശകുകൾ അല്ലെങ്കിൽ ചില പ്രിന്റിങ്ങിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിനകത്ത് 14-ാം പേജിൽ സംസ്ഥാന കൗൺസിലർമാരുടെ പേര് എഴുതിയപ്പോൾ ഒരു പേര് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് സംഘടനയുടെ കരട് ഏറെക്കുറെ ഒന്ന് പരിശോധിച്ചാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന സംഭവവികാസങ്ങൾ ഏറെക്കുറെ സൂക്ഷ്മമായി വീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറഞ്ഞതും അതിനൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ബാലചന്ദ്രനെ ക്ഷണിക്കും. രാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക സാംസ്കാരിക അസമത്വങ്ങൾക്ക് കാരണമാകുന്നു. ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകൾ ആകെ വലിയ കുഴപ്പത്തിലാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് ബ്യൂറോ ഓഫ് എക്കണോമിക് അനാലിസിസ് റിപ്പോർട്ട് ചെയ്യുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വേതനം വെട്ടിക്കുറക്കൽ, പിരിച്ചുവിടൽ, ആരോഗ്യ വിദ്യാഭ്യാസ സേവനം ലഭ്യമല്ലാതാക്കൽ സാഹചര്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ അണിചേരാൻ മുഴുവൻ ആളുകളോടും ഈ സമ്മേളനം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡിയം, അതുപോലെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിനിധികളെ, സമ്മേളനം എല്ലാ വർഷവും വേണ്ടതുണ്ടോ എന്ന് സംഘടന പരിശോധിക്കണം. ഇങ്ങനെ ഈ പ്രായമുള്ള ആളുകളെ ഇവിടെ വരുത്തി ഏറ്റവും ചൂട് കൂടിയ ഒരു സമയത്ത് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ശരിയാണോ എന്ന പരിശോധന നടത്തണം. വേണമെങ്കിൽ എല്ലാ വർഷവും കൗൺസിൽ യോഗങ്ങൾ നടത്തി 2-3 വർഷം കൂടുമ്പോൾ സമ്മേളനം എന്ന തലത്തിലേക്ക് സംഘടന ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം ഉണ്ട്. ഈ സമ്മേളനത്തെ ഒരിക്കൽ കൂടെ അഭിവാദിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സംസാരിക്കുന്നത് നയിൽ ബ്ലോക്ക് MD ഇബ്രാഹിം കുട്ടി. സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധികളെയും അതുപോലെ നേതാക്കന്മാരെയും കണ്ണൂർ കോർപ്പറേഷൻ നോർത്ത് ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്.
നമ്മളെല്ലാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ദുസ്ഥിതിയെക്കുറിച്ച്, അതായത് നമ്മുടെ പശ്ചിമേഷ്യൻ യുദ്ധം, അത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും അതിൽ സൂചിപ്പിച്ചില്ല എന്നത് ഖേദകരമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ നിരവധി പേർ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് മിനിമം പെൻഷനും മാക്സിമം പെൻഷനും തമ്മിലുള്ള അന്തരം കുറക്കുക എന്നുള്ളതാണ് പ്രമേയം. മിനിമം പെൻഷൻ നിർണയത്തിലുള്ള അപാകതകളും അനീതിയും പരിഹരിച്ച് പുതിയ പെൻഷൻ പരിഷ്കരണം നടത്തണമെന്ന് കേരള സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ജില്ലാ സമ്മേളനം കഴിഞ്ഞ ജില്ലാ സമ്മേളനം മെയ്യിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ആ സമ്മേളനത്തിൽ ഈ റിപ്പോർട്ടിലുണ്ട് പിന്നെ സ്വാഗതഗാനം ആരാണ് സ്വാഗതഗാനം നടത്തിയിട്ടുണ്ട്. അത് ജില്ലാ കമ്മിറ്റിയാണ് നടത്തിയത്, അല്ല മറ്റേതെങ്കിലും ബ്ലോക്കോ നടത്തിയിട്ടുള്ളത് വ്യക്തമായിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളെ ബ്ലോക്കാണ് നടത്തിയിട്ടുള്ളത്. ആ വിവരം 1000-ലേറെ വനിതകൾ ഉൾപ്പെടെ പ്രതിനിധികൾ ജില്ലയിൽ നിന്നും ബാനറിനും പിറകിലായി പ്രവർത്തകർ അണിനിരന്നു എന്ന പ്രകടനം എന്നാ സംഭവം. നമ്മൾക്ക് നമ്മുടെ ക്ഷാമാശ്വാസവും പെൻഷൻ പരിഷ്കരണം പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ പോരെന്നൊക്കെ സാധാരണ മുമ്പൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾക്കിപ്പം ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ഇറാനിൽ ഒരു ബോംബ് ഇട്ടപ്പോൾ അതേ നിമിഷം തന്നെ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മുടെ അടുക്കളയെ ബാധിച്ചു. അതുപോലെ തന്നെ ഇപ്പം അപ്പൊ അത് ഈ DA നമ്മൾ ഒരു തവണ തന്നപ്പോൾ തന്നെ ആദ്യം നമുക്കൊരു നിവേദനം വന്നപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി നിവേദനം കൊടുത്തു. അതിൽ നമ്മുടെ പെൻഷൻ മാസികയിൽ വന്നിട്ടുണ്ട്. അതിന്റെ ശേഷം ഒരു പ്രക്ഷോഭം അല്ല, അത് ഗവൺമെന്റ് ശരിക്കും പ്രവർത്തിന്റെ അഭിവാദ്യങ്ങൾ. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള വിയോജിപ്പും ഇവിടെ അറിയിക്കുകയാണ്. ഒന്ന്, ഞങ്ങളുടെ ബ്ലോക്കാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വർഷം മെമ്പർഷിപ്പിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ രചനാ മത്സരങ്ങളിൽ 3 സമ്മാനങ്ങൾ നേടിയ ഒരു ബ്ലോക്കാണ്. അവരെ ജില്ലാ കമ്മിറ്റി അനുമോദിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരെ അനുമോദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരല്പം വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളെ ഡിവിഷനിൽ നടന്ന ചർച്ച നീക്കുന്നത്. ഒന്ന്, നമ്മൾ 4.5 ലക്ഷം പെൻഷൻകാരെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സാമ്പത്തിക അസമത്വം തന്നെയാണ് ലോകത്തിലെ വലിയ അപകടം. നമ്മളിപ്പോൾ റിപ്പോർട്ടിൽ പിന്നെ കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുന്ന പണം പ്രതീക്ഷയോടുകൂടിയാണ് മെഡിസപ്പിന്റെ 2ാം ഘട്ടം നമ്മൾ കാത്തിരുന്നത്. എന്നാൽ ഫലത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ചില അവസരങ്ങൾ ചിലത് വളരെ മോശപ്പെട്ട അനുഭവമാണ്. നമ്മുടെ കൂത്തുപറമ്പ് മുനിസിപ്പൽ ബ്ലോക്കിൽ നിന്നും ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു മെമ്പർക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് ഫെബ്രുവരി 2-ാം തീയതി മുതലാണ്. 2-ാം തീയതി എംപാനൽ ചെയ്ത ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരാൾക്ക് അദ്ദേഹം 10-ാം തീയതി വരെ ആശുപത്രിയിൽ തുടർന്നു. എന്നാൽ ഇത് പോർട്ടലിന്റെ പ്രശ്നങ്ങൾ കാരണം ആശുപത്രി അധികൃതർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് രേഖപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മെഡിസപ്പ് ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന CDM ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിനിധികൾക്കും എടക്കാട് ബ്ലോക്കിൻ്റെ ആശംസകൾ അറിയിക്കുക. ആദ്യമായി നമ്മുടെ അനുശോചനത്തിൽ മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ വിട്ടുപോയതായി കാണുന്നു. അത് ചേർക്കേണ്ടിയിരുന്നതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് തന്നെ ലോകകാര്യങ്ങളിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തെ പറ്റിയോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയോ ഒന്നും പരാമർശിച്ച് കാണുന്നില്ല. സംഘടനാ റിപ്പോർട്ടിലും അമേരിക്കയുടെ സ്വാധീനം കൊണ്ട് അല്ലെ അമേരിക്കയോട് വിധേയത്വം നൽകുന്നതുകൊണ്ട് ഇന്ത്യൻ ജനത നേരിടുന്ന കടുത്ത വെല്ലുവിളിയെ കുറിച്ച് പരാമർശിക്കാമായിരുന്നു. എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ബാബു, പാനൂർ ബ്ലോക്കിലെ ചമ്പാട് യൂണിറ്റിന്റെ KSS ഒരു എളിയ പ്രവർത്തനമാണ്.
മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മളത് ചേർക്കാൻ വേണ്ടി അതികഠിനമായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം. അത് യാതൊരു തർക്കവുമില്ല. KSSTയിലെ മെമ്പർഷിപ്പ് നമ്മൾ ഓരോ യൂണിറ്റിലും ഓരോ ബ്ലോക്കിലും പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന സംഗതി തന്നെയാണ് ചർവിത കർവണമാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ അതുപോലെ മാസികയുടെ കാര്യത്തിൽ ഞാൻ എല്ലാ യൂണിറ്റിലും പോയി സംസാരിക്കാറുണ്ട്. എന്നെ സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ യൂണിറ്റിലും പോയി സാറേ എന്നെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെ മാസികയുടെ കാര്യത്തിലും നമ്മൾ വളരെ പിന്നിലാണ്. അതൊക്കെ തിരുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ നമ്മുടെ കമ്മിറ്റികൾക്ക് സാധിക്കുമാറാകട്ടെ, നമ്മുടെ സംഘടനക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് മോശമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. ആദ്യമായിട്ട് ചില വിട്ടുപോയ കാര്യങ്ങളും പെശകുകളും പയ്യന്നൂർ ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത് പി ബാലകൃഷ്ണൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് PT ബാലകൃഷ്ണനാണ്. പി ബാലകൃഷ്ണനല്ല, PT ബാലകൃഷ്ണൻ. നിലയിൽ ഈ ജില്ലാ കമ്മിറ്റിക്ക്, ഇനി വരുന്ന ജില്ലാ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി അഭിപ്രായം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ശിവദാസൻ മാസ്റ്റർ, സെക്രട്ടറി VP കിരൺ, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാന ട്രഷറർ ശ്രീ സദാനന്ദ, പ്രിയപ്പെട്ട KSSTയുടെ കുടുംബ അംഗങ്ങൾ, ആദ്യമായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൗൺസിലർമാർക്കും കണ്ണൂർ ബ്ലോക്കിൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ്. സെക്രട്ടറി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് കണ്ണൂർ ബ്ലോക്കിന് വേണ്ടി അതേപടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതിൽ പ്രതിപാദിക്കപ്പെട്ട പശ്ചിമേഷ്യൻ യുദ്ധം ഇസ്രയേൽ അമേരിക്കൻ ചായവോടുകൂടി ഈ സാമ്പത്തിക ശേഷിയോടുകൂടി തന്നെ നടത്താൻ വേണ്ടി അത് അങ്ങനെ ആ രൂപത്തിലേക്കൊന്ന് ചിന്തിക്കുന്നതിന് വേണമെന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വേദിയിലെ സംസ്ഥാന ജില്ലാ സാരഥികൾ, സദസ്സിലെ പ്രിയ പെൻഷൻ സുഹൃത്തുക്കളെ, എല്ലാവർക്കും തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്കിൻ്റെ അഭിവാദ്യങ്ങൾ. ഇവിടെ സംസ്ഥാന ട്രഷറർ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടും തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്ക് അംഗീകരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും പിന്നിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നമ്മൾ നൽകുമ്പോൾ നമ്മുടെ ഇത്തരം ചെറിയൊരു ആവശ്യങ്ങൾക്ക് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. എല്ലാ നേതൃത്വങ്ങളും അതിനുവേണ്ടി നല്ല പ്രവർത്തനങ്ങളെ മുന്നോട്ട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് KSSTU കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിനിധി സുഹൃത്തുക്കളെയും തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് ഞങ്ങളുടെ കൗൺസിലർമാർ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി. സാർവദേശീയ, ദേശീയ, പ്രാദേശിക പ്രശ്നങ്ങളുടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. കൂടുതലൊന്നും പറയാതെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തത് 19ാമത്തെ ബ്ലോക്ക് അവസാനത്തെ ബ്ലോക്ക് മട്ടന്നൂർ ബ്ലോക്ക്. നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രീയന്മാർക്ക് അല്ലെങ്കിൽ മോഡി സർക്കാരിന് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ സമീപനം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കിതിൽ കൃത്യമായി ഒന്ന് പ്രതിപാദിക്കാമായിരുന്നു. ആണവ യുദ്ധം, ആണവായുധം നിർമ്മിക്കുന്നതിനെതിരായിട്ടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഹോർമുസ് കടൽപാതയ അടക്കിയിരിക്കുന്ന ഇറാനോട് 5 ദിവസം, ആദ്യം 48 മണിക്കൂർ പറഞ്ഞ പിന്നീട് 5 ദിവസം ഇതിനോട് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കുള്ള ഭീമഹർജിയും ഒപ്പുശേഖരണവും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല.
വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഹർജി സമർപ്പണം വൈകുന്നതിൽ ന്യായീകരണമില്ല. ചികിത്സാ തുക 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്ക് ഉയർത്തിയത് ആശ്വാസകരമാണെങ്കിലും കാലാവധി 3 നിന്ന് 2 കൊല്ലമാക്കിയത് ആശ്വാസകരമാവുന്നത് എങ്ങനെയെന്നൊരു സംശയം ഞങ്ങൾക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അതും കമ്മിറ്റിക്ക് മുമ്പേ വെക്കുകയാണ്. നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ 1/7/2014 ശമ്പള പരിഷ്കരണത്തിന് ശേഷം നമുക്കൊരു ശമ്പള പരിഷ്കരണ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തോടു കൂടിയാണ്. നേരത്തെ ഇവിടെ ചില പരാമർശങ്ങൾ വന്നിട്ടുള്ളൂ. സ്റ്റേജിൽ 4 ആളുകളെ വനിതകളുള്ളൂ എന്നുള്ള പരാമർശം വന്നിട്ടുള്ളൂ. നിങ്ങളൊക്കെ ധരിച്ചതൊരു പക്ഷേ ഒരു പകുതിയെങ്കിലും വനിതകൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇവിടെ വരുമെന്നായിരുന്നു. ഇവിടെ തേനിട്ടിയിലെയും നട്ടന്നൂരിലെയും നമ്മുടെ പ്രവർത്തകർ വളരെ വികാരപരമായിട്ടായിരുന്നു അതിനെടുത്തത്. ഇതൊരു ദിവസത്തെ ബിസിനസ് സമ്മേളനമാക്കണമെന്ന് ആലോചിച്ചപ്പോൾ അത് പറ്റില്ല, നമ്മൾ മുഴുവൻ വീടുകളിലും കയറി മുഴുവൻ ആളുകളെയും നമ്മൾ സമ്മേളനത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വികാരത്തെ പറ്റില്ല എന്ന് പറയാൻ എതിർക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിരുന്നില്ല. തൊട്ടടുത്ത ദിവസം ജില്ലാ കമ്മിറ്റി വിളിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നേരത്തെ തീരുമാനിച്ച രൂപത്തിൽ തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള ചില അസൗകര്യങ്ങൾ ഉണ്ടായിട്ടോ ആ അസൗകര്യങ്ങൾ നമ്മൾ സദയം കൊടുക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. മെമ്പർഷിപ്പിനെ കണക്കൂട്ടി തീരുമാനിച്ച 200 രൂപ പ്രകാരം ആരും തന്നെ അടച്ചിട്ടില്ല. അവർ കിട്ടുന്ന മുറക്കാണ് അടച്ചത്. അപ്പോൾ 24-25 കണക്കിലും കിട്ടിയ പൈസ അടച്ചതിന്റെ കണക്കുണ്ടാവും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് ആദ്യം പറയാം, നമ്മുടെ കെട്ടിടത്തിന്റെ കാര്യം. നിങ്ങളിത് കംപ്ലീറ്റ് അടച്ചാണ്. 5 ജില്ലകളാണ് പൂർത്തീകരിച്ചത്. ഒരു ജില്ല പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം, വയനാട്. ചെറിയ വ്യത്യാസം. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ചന്ദ്രമാസിലേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. മാസിക അവാർഡ് വിതരണം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ മാസ്റ്റർക്ക് ഈ നമ്മുടെ എല്ലാം പേരിൽ ഏറെ ബഹുമാനത്തോടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജില്ലാ രക്ഷാധികാരി ശ്രീ കൃഷ്ണേട്ടനും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ നമ്മുടെ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമായ ജില്ലാ കൗൺസിൽ അംഗങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ കെ കൃഷ്ണൻ മാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഊഷ്മളമായ നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം. എങ്കിലും ഇവിടെ ലഭിക്കുന്ന സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള സൗകര്യമാണ് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. മട്ടന്നൂരിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗകര്യമാണ് ഇത്. പരിമിതമായ സൗകര്യങ്ങളെ ഇവിടെയുള്ളൂ, അതിന്റെ പ്രയാസമേ ഉള്ളൂ. ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ച ചുമതല ഒരുവിധം ഭംഗിയായി നിർവഹിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു നിലയിലും ഒരു വിധത്തിലുള്ള പ്രയാസവും നിങ്ങൾക്കുണ്ടാകരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ വന്നു ചേർന്ന നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് വേണ്ടി ഞാൻ ജില്ലാ സെക്രട്ടറിയെ ഈ പാനൽ വായിക്കുന്നതിന് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ഭരണാധികാരി നിർദ്ദേശപ്രകാരം പേര് ഞാനിവിടെ വായിക്കാം. 25/3/2026 മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ സമ്മേളിക്കുന്ന KSSPU 34 കണ്ണൂർ ജില്ലാ വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന 26-27 വർഷത്തെ KSSPU ജില്ലാ കമ്മിറ്റിയുടെ പേര് ടി ശിവദാസൻ മാസ്റ്റർ. അഡ്രസ് വായിക്കുന്നില്ല. പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ. രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് ആർ സുനിൽകുമാർ. മൂന്നാമത് വൈസ് പ്രസിഡന്റ് CI വത്സല ടീച്ചർ. നാലാമത് വൈസ് പ്രസിഡന്റ് MV ബലറാം. സെക്രട്ടറി VP കിരൺ.
ജോയിന്റ് സെക്രട്ടറിമാർ 1 ടി വി വനജാക്ഷി, 2 കെ കൃഷ്ണൻ മാസ്റ്റർ, 3 കെ എം ബാലചന്ദ്രൻ, 4 ആന്റണി ഡൊമിനിക്. ട്രഷറർ പി പി ദാമോദരൻ. കമ്മിറ്റി അംഗങ്ങൾ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ പയ്യന്നൂർ, കെ ദേവകി ടീച്ചർ, പി വി ലക്ഷ്മണൻ നായർ, പി കുഞ്ഞിക്കണ്ണൻ, എം ടി ബാലകൃഷ്ണൻ, എ വി പ്രഭാകരൻ, കെ വി യശോദ ടീച്ചർ, സി പത്മനാഭൻ, കെ പി രാമകൃഷ്ണൻ, ടി കെ ശ്രീധരൻ, ടി രാഘവ മാസ്റ്റർ, പി വിജയകുമാരി, പ്രൊഫസർ വി രവീന്ദ്രൻ, പി വിജയൻ മാസ്റ്റർ, ടി ആർ സുശീല, എൻ എ കുൽസൻ ബി വി, സി ചന്ദ്രൻ, പി ജാനകി ടീച്ചർ, പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ, വി പി നാണു മാസ്റ്റർ, പി കുമാരൻ മാസ്റ്റർ, ഇ നാരായണൻ. ബ്ലോക്ക് സെക്രട്ടറിമാർ കൂടി അടങ്ങുന്ന ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് ബ്ലോക്ക് സെക്രട്ടറിമാരുടെ പേര് കൂടി വായിക്കാം. പി കൃഷ്ണൻ പയ്യന്നൂർ, എൻ വി കുഞ്ഞിരാമൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക്, എം വി രാമചന്ദ്രൻ തളിപ്പറമ്പ് ബ്ലോക്ക്, കെ പുഷ്പജൻ മാസ്റ്റർ തളിപ്പറമ്പ് മുനിസിപ്പൽ ബ്ലോക്ക്, സി എച്ച് പ്രദീപ് കുമാർ കല്യാശ്ശേരി, സി പത്മനാഭൻ മൊയ്യിൽ, എം ബാലൻ ഇരിക്കൂർ, കെ വി ഗംഗാധരൻ കണ്ണൂർ, സി വി ദിലീപൻ കണ്ണൂർ കോർപ്പറേഷൻ നോർത്ത്, പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കണ്ണൂർ കോർപ്പറേഷൻ സൗത്ത് ഡിവിഷൻ, കെ ബാലൻ എടക്കാട്, എൻ കൃഷ്ണൻ തലശ്ശേരി, കെ കെ വിനോദ് കുമാർ തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്ക്, സി ശ്രീ വാസു വയലേരി കൂത്തുപറമ്പ്, വി രാഘവൻ കൂത്തുപറമ്പ് മുനിസിപ്പൽ ബ്ലോക്ക്, പി കെ രാമചന്ദ്രൻ മാസ്റ്റർ പാനൂര്, ആർ വി ദാമോദരൻ മാസ്റ്റർ ഇരട്ടി, പി ഭാസ്കരൻ മട്ടന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക്, വ്യാസ് ഷാ പി പി പേരാവൂർ. പാനൽ എനിക്ക് വേണ്ടി നിലവിലെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചു. ആർക്കും എതിർപ്പില്ലെങ്കിൽ കൈയടിച്ച് പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ കരുണാകരൻ മാസ്റ്റർ വായിക്കും. കൗൺസിലർമാരുടെ പേര്: 1 ശ്രീ കെ കരുണാകരൻ മാസ്റ്റർ, 2 ശ്രീ പി കൃഷ്ണൻ, 3 ശ്രീ സി കെ ബാലേന്ദ്രൻ, 4 ശ്രീമതി പി സുഹാസിനി, 5 ശ്രീ കെ കൃഷ്ണൻ മാസ്റ്റർ, 6 ശ്രീ എ രാമേന്ദ്രൻ, 7 ശ്രീ എൻ വി കുഞ്ഞിരാമൻ, 8 ശ്രീ ആന്റണി ഡൊമിനിക്, 9 ശ്രീ എം വി രാമേന്ദ്രൻ, 10 ശ്രീമതി എം വി ഓമന, 11 പി പി ദാമോദരൻ, 12 കെ പുഷ്പജൻ മാസ്റ്റർ, 13 സി എച്ച് പ്രദീപ് കുമാർ, 14 ടി വി വനജാക്ഷി, 15 ശ്രീ എ വി പ്രഭാകരൻ, 16 ശ്രീമതി പി ശൈലജ, 17 ഇ മുകുന്ദൻ, 18 എം ജനാർദ്ദനൻ മാസ്റ്റർ, 19 ശ്രീമതി കെ ലളിതകുമാരി ടീച്ചർ, 20 ശ്രീമതി കെ ടി കത്രിക്കുട്ടി ടീച്ചർ, 21 കെ വി ഗംഗാധരൻ, 22 വി പി നരേന്ദ്രൻ, 23 എം വി രാമേന്ദ്രൻ, 24 സി വിനോദ്, 25 കെ മഹിജ, 26 എൻ വി കുഞ്ഞിക്കണ്ണൻ, 27 എം ബാലകൃഷ്ണൻ മാസ്റ്റർ, 28 വി പി കിരൺ, 29 ശ്രീ ടി ശിവദാസൻ മാസ്റ്റർ, 30 കെ രാമേന്ദ്രൻ മാസ്റ്റർ, 31 ശ്രീമതി പി വിജയകുമാരി, 32 കെ സുരേന്ദ്രൻ, 33 ടി ആർ സുശീല, 34 സുരേന്ദ്രൻ തിരുവോത്ത്, 35 എൻ കൃഷ്ണൻ, 36 ശ്രീ രവീന്ദ്രൻ കെ കെ, 37 ശ്രീ കെ രാമേന്ദ്രൻ മാസ്റ്റർ, ശ്രീ കെ രാമേന്ദ്രൻ, 38 ശ്രീ ജോസഫ് നിക്സൺ, 39 ശ്രീ പി ഗംഗാധരൻ മാസ്റ്റർ, 40 ശ്രീ എ കെ സുരേന്ദ്രൻ, 41 ശ്രീമതി സി ചിത്ര, 42 ശ്രീ വി പത്മനാഭൻ, 43 കെ കൃഷ്ണൻ മാസ്റ്റർ, 44 ശ്രീമതി പി ജാനകി ടീച്ചർ, 45 കാഞ്ഞായി ബാലൻ മാസ്റ്റർ, 46 ശ്രീ വി രാഘവൻ, 47 ശ്രീ പി ഭാസ്കരൻ, 48 ശ്രീ പി വി പത്മനാഭൻ മാസ്റ്റർ, 49 ശ്രീ പി വി സദാനന്ദൻ, 50 ശ്രീമതി കെ വി സുഭാഷിണി, 51 ശ്രീ വ്യാസ്ജ പി പി, 52 ശ്രീ മധുസൂദനൻ പി വി. ഇതിന്റെ അവതാരകൻ വത്സരാജൻ എൻ വി, അനുവാദകൻ വത്സൻ കക്കാണ്ടി. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഈ ചുമതല നിറവേറ്റാൻ എന്നെ സഹായിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോടും എല്ലാ കൗൺസിലർമാരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നേരുന്നു. തെരഞ്ഞെടുപ്പ് നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗം
ശ്രീ കെ സുജാതൻ മാസ്റ്റർക്ക് ഈ പരിപാടി ഭംഗിയായി നിർവഹിക്കാനുള്ള നന്ദി നമ്മുടെ സംഘടനയുടെ പേരിലും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ പേരിലും ആദ്യമായിട്ട് അറിയിക്കുന്നു. അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ കിരൺ അവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിലും ബ്ലോക്ക് കമ്മിറ്റിയുടെയും നന്ദി പറയുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സംഘടനാ നേതാക്കന്മാരെയും ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ ഇത്രയും സമയം ഇവിടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാർക്കും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ എന്ന നിലയിലും മറ്റൊരു മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി എന്ന നിലയിലുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്.